എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗൗതമൻ മോഹൻ. ഞാൻ IPM IAS അക്കാഡമിയുടെ അക്കാഡമിക് ഹെഡാണ്. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രധാന ഉദ്ദേശമുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ആയിരുന്നു നമ്മളുടെ എക്സാമിനേഷൻ, സിവിൽ സർവീസസിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ എക്സാമൊക്കെ എഴുതി, ഒരുപാട് കുട്ടികൾ എഴുതി, കുറേ പേരൊക്കെ എന്നെ വിളിച്ചു. ഓക്കെ, എങ്ങനെയായിരുന്നു എക്സാമിനേഷനെ പറ്റി പറയാനൊക്കെ ആയിട്ട് കുറേ പേര് വിളിച്ചു, കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ചു. ഓക്കെ, സോ ആ സംഭാഷണത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ എല്ലാവരോടും പറയണമെന്ന് തോന്നി. അപ്പം കുറച്ച് ലെങ്തി ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അഥവാ നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സം ഐഡിയ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. ഓക്കെ, സോ ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്, എല്ലാവർക്കും അഭിനന്ദനങ്ങളാണ്. അതായത് ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ കാണിച്ച ധൈര്യത്തിനും ആ കാണിച്ച കമ്മിറ്റ്മെൻറ്റിനും അതിനുവേണ്ടി സിൻസിയറായിട്ട് എഫേർട്ട് ഇട്ട എല്ലാവർക്കും എൻ്റെ ഒരു അഭിനന്ദനങ്ങളാണ് പറയാനുള്ളത്. നമുക്കറിയാം എല്ലാവരും ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യില്ല. ഇനി വളരെ കുറച്ച് പേരായിരിക്കും മെയിൻ എക്സാമിനേഷന് പോകുന്നത്, അവിടെ നിന്ന് വളരെ കുറച്ച് പേരായിരിക്കും ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ബട്ട് സ്റ്റിൽ ഈ എഴുതാൻ കാണിച്ച ഒരു മനസ്സുണ്ട്, അതിനുവേണ്ടി കാണിച്ച ഒരു ദൃഢനിശ്ചയമുണ്ട്. അതിനെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ മൾട്ടിപ്പിൾ ടൈംസ് എഴുതി വരുന്നിട്ടുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ചിലപ്പം ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു എക്സാം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ലിറ്റിൽ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? അതേപോലെ മൾട്ടിപ്പിൾ ടൈംസ് എഴുതിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡെസ്പറേറ്റ് ആയിരിക്കും, കാരണം കുറേ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും. അപ്പം ഈ മൾട്ടിപ്പിൾ ടൈംസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് ഒരു വട്ടം വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ എഫേർട്ട് ഇട്ട്, നിങ്ങളുടെ ആ ഒരു സിൻസിയറിറ്റിയോട് കൂടി ഒരു വട്ടം വളരെ കൃത്യമായിട്ട് നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു ധാരണ നിങ്ങൾക്ക് സ്റ്റാറ്റിക് കോണ്ടന്റിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ സിവിൽ സർവീസ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് കണ്ടന്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പം ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ പ്രശ്നം അവിടെ വരുന്നില്ല. ചിലർക്കൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും കൂടുതൽ ആളുകൾക്കും ആ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിരിക്കും. പക്ഷേ സിവിൽ സർവീസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും നിങ്ങളുടെ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഡയറക്റ്റ്ലി ചെക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റാത്തത്, അതായത് ഒരു കോച്ചിങ് സെൻറ്റേഴ്സിനും ഇതിൻ്റെ എന്താണ് വരാൻ പോകുന്നതെന്നും ഈ എക്സാമിനേഷൻ എങ്ങനെയായിരിക്കുമെന്നും ഇതിനൊക്കെ ഇങ്ങനെയുള്ള കോണ്ടന്റ് ആയിരിക്കും വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ സിലബസിനെ ബേസ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ പറ്റും, ആ സിലബസിനെ ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അത് നമ്മുടെ ലോജിക് ഉപയോഗിക്കേണ്ടി വരും, നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടി വരും, നമ്മുടെ മെമ്മറി വളരെ പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അതേപോലെ സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് ഈവൻ ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാനും ഒക്കെ സാധിക്കും. ഓക്കെ, ഇതൊക്കെ ഒരു കണക്ഷനാണ്. അപ്പോൾ ആ സമയത്തെ പ്രസൻസ് ഓഫ് മൈൻഡും ലോജിക്കൽ കണക്ഷൻസും ഒക്കെ തന്നെയാണ് അവിടെ വർക്ക് ആകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്ന കാര്യം സിവിൽ സർവീസ് എക്സാമിനേഷന് നടക്കില്ല എന്ന്. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവരെ നമുക്ക് UPSC വെറ്ററൻസ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയായിരിക്കും, പക്ഷേ അവർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വീഴുന്നൊരു ടാഗുണ്ട്. എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണോ എന്നറിയില്ല, പക്ഷെ കുറേയേറെ ആളുകൾക്ക് ആപ്ലിക്കബിൾ ആകുന്ന ഒരു കാര്യമാണിത്. കാരണം പലരും എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ഒരു സ്റ്റഡി ഗ്രൂപ്പിലിരിക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവാം, ചിലപ്പോൾ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ ഈ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന ആളുകളായാലും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായാലും കുറച്ച് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റാറ്റിക് കോണ്ടന്റിലൊക്കെ നല്ല കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്കൊരു ടാഗ് ഇട്ട് തരും. അതായത് ഈ ആൾക്ക് എന്തും ക്ലിയർ ചെയ്യാൻ പറ്റും, ആൾക്ക് എന്ത് ചോദിച്ചാലും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു ചോദ്യം വരും. അതായത് നിങ്ങളോട് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഉത്തരങ്ങൾ തരാനും വളരെ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് തരാനും പറ്റുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം അവർ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കൊരു ക്രെഡിറ്റാണ്, ഒരു റെക്കഗ്നീഷനാണ്. പക്ഷേ ഈ റെക്കഗ്നീഷന് വലിയൊരു പ്രഷറും കൂടെയുണ്ട്. അത് നിങ്ങൾ താങ്ങേണ്ടതായിട്ട് വരും ആ ഒരു പ്രഷർ. കാരണം ഈ റെക്കഗ്നീഷൻ വൺസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ കുറേ പേരെങ്കിലും അവിടെ തന്നെ നിന്നുപോകും. ഓക്കെ, അവരൊരു റീച്ച് എത്തി, അവരൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്, ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ അവർക്കായിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. മറ്റു ചില ആളുകൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇതല്ല എൻ്റെ
ജോബ് അല്ലെങ്കിൽ എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ റെക്കഗ്നീഷൻ അല്ല. ഇതിനു വേണ്ടി കൃത്യമായിട്ട് ഓരോ ദിവസവും എന്നെ തന്നെ ഞാൻ ഉടച്ചു വാർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കണം എൻ്റെ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ അവരെ തന്നെ ഉടച്ചു വാർത്തുകൊണ്ടിരിക്കുന്ന, അതായത് അൺലേൺ ചെയ്ത് റീലേൺ ചെയ്ത് പോകുന്ന ആളുകളാണ് പിന്നെ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലിയർ ചെയ്യാൻ പാടാണ്. ഓരോ വട്ടം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചിലപ്പം ബെറ്ററായി പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്കും തോന്നും, ഈ ഒരു 6 മാസം മുമ്പ് ഞാൻ ഈ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ, ഇപ്പം വളരെ പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു ധാരണ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് അവർ വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളർന്നുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അപ്പോഴും സെൽഫ് ഡൗട്ട് കൊണ്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയായിരിക്കും. സോ അതിനെയാണ് നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്യേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാളുകൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, ഓരോ ദിവസവും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഓരോ ദിവസവും നമ്മൾ പുതിയ സ്ട്രാറ്റജീസ് പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റിക്ക് മാത്രം ഒരുപാട് വട്ടം വായിച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകണമെന്നില്ല. ഈ സിവിൽ സർവീസ് എക്സാമിനേഷനെ സംബന്ധിച്ച് അതിൻ്റെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാറ്റിക്കിനെ കണക്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാ ഏരിയാസിലും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ് പോകുന്നത്, എങ്ങനെയാണ് പുതിയ ആളുകൾ പഠിക്കുന്ന കാര്യം പോലും നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും, അവരെങ്ങനെയാണ് ഒരു കാര്യത്തെ ഗ്രാസ്പ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പല സമയങ്ങളിലും നമുക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു നോളജ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ബേർഡനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ബേർഡൻ ഒഴിവാക്കുക എന്നുള്ള കാര്യം നമുക്ക് വേണ്ടതാണ്. കാരണം നമുക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തലയിലിരിപ്പുണ്ട്. ഇത് തന്നെ ചിലപ്പോൾ പല സമയങ്ങളിൽ നമുക്കൊരു ബേർഡനായിട്ട് മാറും. പക്ഷേ ഈ ഒരു നോളജിനെ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്. അപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഇത്രയും മാത്രമാണ്. നമ്മളൊന്നുമല്ല, നമുക്കൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താനും നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റൈലിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും ഉണ്ട് എന്നുള്ള കാര്യം UPSC വെറ്ററൻസ് എന്ന് കൺസിഡർ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വർഷം ഒരു വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് എനിക്കിത് പറയാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമ്മളൊരു ട്രാപ്പിലായി പോകും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നുള്ളൊരു ട്രാപ്പിൽ നമ്മൾ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അതിൽ നിന്ന് മാറ്റിയെടുക്കുക, നമ്മളുടെ പ്രോസസ്സ് മാറ്റുക, നമ്മുടെ പഠന രീതി മാറ്റുക, നമ്മുടെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. സോ ഓരോ ദിവസവും നിങ്ങളെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം, നിങ്ങളുടെ അപ്രോച്ചസ് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു എക്സാമിനേഷന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ എക്സാമിനേഷൻ കഴിയുമ്പോഴും നമുക്ക് ആ ഒരു ഇതിന് പ്രൂഫ് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഡൈനാമിക്കാണ്. നമ്മൾ അതിനനുസരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം UPSC തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോടാണ്. ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, സിലബസിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് അഡ്വൈസസ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുപാട് അഡ്വൈസസുകൾ കിട്ടും. പല ആളുകളെ നമ്മൾ കാണും. നമുക്ക് വളരെ മോട്ടിവേറ്റിംഗ് ആയി തോന്നുന്ന അല്ലെങ്കിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്ന വളരെ നോളജബിൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണും. പക്ഷെ അവരുടെ ഒരു ബ്രില്യൻസിനെ മിമിക് ചെയ്യാൻ പോകാതെ നിങ്ങൾ സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടേതായിട്ടുള്ളൊരു അടിത്തറ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള എല്ലാ എക്സ്ട്രാ റിസോഴ്സസും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. എങ്കിലേ നമ്മുടെ നോളജ് ബേസ് നമുക്ക് വലുതാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റുള്ള പേഴ്സ്പെക്റ്റീവ്സ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ബാക്കിയുള്ള ആളുകളുടെ പേഴ്സ്പെക്റ്റീവ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈവൻ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു വെച്ച് നിങ്ങൾ നോക്കണം. ഓരോ പ്രാവശ്യവും UPSC എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്, അവരെങ്ങനെയാണ് ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. കാരണം ഓരോ ഓപ്ഷൻസ് ഇടുമ്പോഴും അവർക്ക് ഒരു ധാരണയുണ്ട് ഈ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള അതിനുള്ളൊരു ലൂപ്പ് ഹോൾ ഇട്ട് തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻസും ഫ്രെയിം ചെയ്യുന്നത്. അപ്പം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലോജിക്കലി അറൈവ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ ഉള്ള സ്റ്റാറ്റിക് ഇൻഫർമേഷൻ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പം പല രീതിയിൽ നമുക്ക് ആ ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. പക്ഷേ അതിനുള്ളൊരു ലൂപ്പ് ഹോൾ ഇട്ട് തന്നെയാണ് UPSC ഓരോ വട്ടവും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ thorough ആയിട്ടുള്ളൊരു സിലബസ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് എങ്ങനെ ഡൈനാമിക്കായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും, എങ്ങനെ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ പഠിച്ചൊരു ഇൻഫർമേഷൻ എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തിലായിരിക്കണം നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്.
UPSC എക്സാമിനേഷൻ എല്ലാവരും ക്ലിയർ ചെയ്യുന്ന ഒരു എക്സാം അല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതിയ എല്ലാവരും ഇത് ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ചിലപ്പോൾ ഇതിനകത്ത് ഫെയിലായെന്ന് വരാം അല്ലേ. അപ്പം അത് നമുക്ക് നാച്ചുറലാണ്. ഈ പ്രോസസ്സിൽ, ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രോസസ്സിൽ ഇതൊരു നാച്ചുറൽ ഫേസ് തന്നെയാണ്. അപ്പം പല ഡിസിഷൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പം വേണമെങ്കിൽ ഇനിയിപ്പം നിർത്തിയേക്കാം, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നിർത്തിയേക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി എനിക്ക് മാറ്റാം, അല്ലെങ്കിൽ ഞാൻ വേറിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള സമയം വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഡിസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും കുറച്ച് സമയം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഒന്ന് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, നമുക്ക് എന്താണ്, എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ പ്രോപ്പറായിട്ടുള്ള, വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് എന്ത് ആയിക്കോട്ടെ, അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എന്ത് ഡിസിഷനും ആവാം, കണ്ടിന്യൂ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യുന്നതാവാം. അങ്ങനെയുള്ള എന്ത് ഡിസിഷനും നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ വളരെ ഇമോഷണലായിട്ട് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് കുറച്ച് സമയം കൊടുത്ത് ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ വളരെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പം അഥവാ ഈ വർഷം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനകത്ത് ഡെസ്പാകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ നേടിയെടുത്ത നോളജ് നമുക്ക് എവിടെയും പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുള്ളത് ഈ നോളജ് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടക്കാതെ വന്നിട്ടുള്ളത്. അപ്പം അത് നോക്കണ്ട, നമ്മൾ പഠിച്ചതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു എക്സാമിനേഷനെ അത് എത്തിക്കാൻ പറ്റിയിട്ടുള്ള എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം. അപ്പം അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അടുത്ത വർഷത്തെ എക്സാമിനേഷന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ എല്ലാവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കാരണം ഈ ഒരു പ്രോസസ്സ് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ കഷ്ടമുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ വർഷങ്ങളാണ് നമ്മളിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മെൻ്റൽ പ്രഷറും ഒക്കെ ഉണ്ട്. ഈ പ്രഷറിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത്, ഇതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട്, സൊസൈറ്റൽ പ്രഷറിനെയൊക്കെ കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ജേർണിയിൽ നിങ്ങൾ പകുതി വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. UPSC വെറ്ററൻസ് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരിക്കലും ആ ഒരു ട്രാപ്പിലേക്ക് പോയി വീഴാതിരിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ ഉടച്ചു വാർത്തുകൊണ്ടേ ഇരിക്കുക, റീലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അൺലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കുക. അതേപോലെ ഫസ്റ്റ് ടൈമേഴ്സ് ആയിട്ട് വരുന്നുള്ള ആളുകൾ ഇതേപോലെ ഫൗണ്ടേഷനിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. എസ്പെഷ്യലി നമ്മളുടെ സിലബസിനെ പറ്റി വളരെ പ്രോപ്പറായിട്ടുള്ള ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. സോ എല്ലാവർക്കും ഒരുപാട് സന്തോഷം നേരുന്നു, എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഈ ഒരു ചെറിയൊരു മെസ്സേജ് നിങ്ങൾ ലിസൺ ചെയ്തതിന്, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്.